ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെയായി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റയിലാവട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ചേച്ചി നമുക്കിപ്പം ഫിസിക്സ് ഭയങ്കര ടഫാണ്, അപ്പോൾ ഫിസിക്സിൽ ഒരു 4-5 ചാപ്റ്റർ വിട്ട് പഠിച്ചാൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ചിലവർ അല്ലാതെയും ചോദിക്കാറുണ്ട്, ചേച്ചി ഫിസിക്സേ വിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് കൊണ്ട് നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഫിസിക്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വിട്ട് പഠിച്ചാൽ, അതായത് 150 മാർക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കഴിഞ്ഞ നീറ്റിൽ, അതായത് 24 നീറ്റിൽ 651 ഉള്ള എല്ലാ കൊച്ചുങ്ങൾക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. കുറച്ച് കൊച്ചുങ്ങൾക്ക് കിട്ടി, ബാക്കി കൊച്ചുങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 720 നടക്കുന്ന ഒരു എക്സാമിനാണ് ആ കൊച്ചുങ്ങളെ 650 മേടിച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് വെറും 69 മാർക്കാണ്. അത്രയും മാർക്കിൻ്റെ ആ ഒരു ഡിഫറൻസിൽ പോലും അവർക്ക് ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ അന്നേരം എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 2019 വരെയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. കാരണം ഒരു 580 അല്ലെങ്കിൽ 590 സ്കോറുള്ള ഒരാൾക്ക് എന്തായാലും ഗവൺമെൻറ്റിൽ ഒരു MBBS സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ അല്ലടാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റ്, ഇപ്പം ഈ വീക്ക്ലി എക്സാം ഒക്കെ എഴുതുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മൾ ഫുള്ള് പഠിച്ചിട്ട് പോയി നമുക്ക് 100% ഓക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ എക്സാം എഴുതുമ്പം എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളത് ചെയ്ത് തെറ്റിക്കുന്നതാവാം, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തതാവാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആവാം അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മാത്രമല്ലേ അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു ചാപ്റ്റർ പോലും മിസ് ചെയ്ത് പഠിക്കരുത്. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആണെങ്കിലും ബയോ ആണെങ്കിലും, നിങ്ങളൊരു ചാപ്റ്റർ പോലും മിസ് ചെയ്ത് പഠിക്കരുത്. ഒരു ഓവറോൾ ഇപ്പോൾ എത്ര ടഫായിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും നിങ്ങളൊരു 90% അല്ലെങ്കിൽ ഒരു 80-90% ഐഡിയ ഉണ്ടാക്കിയിട്ട് പോയി എഴുതുക. ഒന്നുമില്ലെങ്കിൽ ഒരു 50% ഐഡിയ എങ്കിലും ഉണ്ടാക്കിയിട്ട് പോവുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചുങ്ങൾ ഇപ്പോൾ 4-5 ചാപ്റ്റർ വിട്ട് പഠിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സ് റേ ഒപ്റ്റിക്സോ ഇലക്ട്രോസ്റ്റാറ്റിക്സോ ലോസ് ഓഫ് മോഷനോ അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും ആണല്ലോ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് 1-2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടാവുമല്ലോടാ. അതെങ്കിലും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് പോകാം. നമ്മുടെ ലക്കിന് ആ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ ശരിക്കും നമ്മൾ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്ത് പഠിക്കാതെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. എങ്ങനെയെങ്കിലും ഒരു 90% ഒരു സബ്ജക്റ്റ് ഒരു ചാപ്റ്റർ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ടഫായിരിക്കും. ഒന്നുകിൽ ഫിസിക്സ് ടഫായിരിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ടഫായിരിക്കും, അല്ലെങ്കിൽ ബയോ ടഫായിരിക്കും. കഴിഞ്ഞ ഇയറിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അത്യാവശ്യം മോഡറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റാങ്കിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പം എല്ലാ ഇയറും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ടഫായിരിക്കും. ഇൻ കേസ് ഫിസിക്സ് ആണ് ടഫായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ 3-4 ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. കാരണം ഈ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നവരെല്ലാവരും മിക്കവാറും സ്കിപ്പ് ചെയ്യാൻ പോകുന്ന റേ ഒപ്റ്റിക്സോ ഇലക്ട്രോസ്റ്റാറ്റിക്സോ ഒക്കെ ആയിരിക്കും. ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയില്ലെങ്കിൽ നമുക്ക് പോകുന്ന മാർക്ക് 4 മാർക്കാണ്. എഴുതി തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് പോകും. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്ത അതുകൊണ്ട് നിങ്ങളത് എഴുതാനേ പോകത്തില്ല, അപ്പോൾ 4 മാർക്കേ പോകത്തുള്ളൂ. അതേസമയം എഴുതി തെറ്റിച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് പോകും. അപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ടഫായിട്ട് വരുന്നൊരു സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ ഒരു 4-5 ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ബെനിഫിഷ്യൽ ആവുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം അത് നമ്മുടെ ആ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇവിടെ. കാരണം ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ ഈ ഒരു 4-5 ചാപ്റ്റർ അല്ലേ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച ഒരു ചാപ്റ്ററിലെ ഒരു 3-4 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലെ മാർക്കും കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, മാർക്ക് നന്നായിട്ട് താഴെ പോകും. ആ ഒരു കാര്യം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ലക്കിന് ഇപ്പോൾ നിങ്ങൾ 4-5 ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പഠിച്ചിട്ട് പോയി എഴുതുന്ന ഒരു നീറ്റിന് ബയോളജിയോ കെമിസ്ട്രിയോ ആണ് ടഫായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പെട്ടുപോകും. കാരണം ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ ഫിസിക്സിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങൾ പഠിക്കാത്ത ഒരു കാരണം കൊണ്ട് മാത്രം ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു കാരണം കൊണ്ട് മാത്രം 4 മാർക്ക് പോവുക, അതൊക്കെ ഭയങ്കര ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തായാലും മാക്സിമം നമ്മൾ പഠിച്ചിട്ട് പോവുക. ഒരു 90% നിങ്ങളൊരു ചാപ്റ്ററിൽ ഐഡിയ ഉണ്ടാക്കിയിട്ട് പോവുക, ഒന്നും സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. ടാറ്റാ.